ഓരോ പുതിയ വർഷവും ആരോഗ്യത്തിൽ എന്തെങ്കിലും ചെയ്യണമെന്ന് ചിന്തിക്കാത്ത ആരുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ നമ്മളെ സംബന്ധിച്ച് ഒരുപാട് ഇൻഫർമേഷൻസാണ്. അതുകൊണ്ട് തന്നെ എന്താണ് ചെയ്യേണ്ടത്? ഇപ്പോൾ ജിമ്മിൽ ജോയിൻ ചെയ്യണോ, അതോ യോഗ ക്ലാസ്സിന് പോകണോ, അതോ നടക്കാൻ പോകണോ, അതോ ഭക്ഷണത്തിൽ മാറ്റം വരുത്തണോ, അതോ ഈ ഫാസ്റ്റ് ഫുഡൊക്കെ ഒന്ന് കുറയ്ക്കണോ, ജങ്ക് ഫുഡും ബേക്കറി ഫുഡൊക്കെ കുറയ്ക്കണോ, തുടങ്ങിയിട്ടുള്ള പല കാര്യങ്ങളും നമ്മുടെ മുമ്പിൽ വരാറുണ്ട്. പക്ഷേ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള വ്യത്യാസം, അതായത് എടുത്തു പറയാവുന്ന മെഷറബിൾ ആയിട്ടുള്ള വ്യത്യാസം ഉണ്ടാക്കാൻ കഴിയുന്ന, എല്ലാവർക്കും ചെയ്യാവുന്ന 5 പ്രധാനപ്പെട്ട ഒരു ഹെൽത്ത് ചേഞ്ചസ്, ഒരു ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷനെ കുറിച്ച് നമ്മളൊന്ന് ചിന്തിച്ചാലോ? ആ 5 സബ്ജക്ട്സാണ് നമ്മളിന്ന് നിങ്ങളോട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇതിൽ ഒന്നാമത്തെ പോയിന്റ്, മൂവ് മോർ, അതായത് കൂടുതൽ ചലിക്കുക എന്നുള്ളതാണ്. നമ്മുടെ ശരീരത്തിൻ്റെ ഘടന നോക്കിക്കഴിഞ്ഞാൽ ശരീരം ചലിക്കാൻ വേണ്ടിയിട്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. കൈകളുണ്ട്, കാലുകളുണ്ട്. പക്ഷേ നിർഭാഗ്യവശാൽ ഇന്ന് നമ്മുടെ ജീവിത രീതിയിലുണ്ടായ വലിയ മാറ്റങ്ങൾ നമുക്ക് ചലിക്കേണ്ട ആവശ്യകത ഓരോ ദിവസവും കുറച്ചുകൊണ്ടിരിക്കുകയാണ്. മിനിമം ഒരു ദിവസം ഒരു 7,000 to 10,000 സ്റ്റെപ്പെങ്കിലും നടക്കുന്നു എന്ന് ഉറപ്പ് വരുത്തുക. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ഒരു സ്മാർട്ട് വാച്ച് ആവശ്യമായിട്ട് വന്നേക്കാം. കാരണം വെറുതെ അസ്യൂം ചെയ്യരുത്, കൗണ്ട് ചെയ്ത് നോക്കേണ്ടത് ആവശ്യമാണ്. നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നത് ഒരു ഡെയിലി ബേസിസിൽ കുറേ കാര്യങ്ങൾ നമുക്ക് മൂവ്മെൻറ്റിന് വേണ്ടി ആഡ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഉദാഹരണത്തിന്, ഒന്ന് ഫോൺ വരികയാണ് അല്ലെങ്കിൽ ഫോൺ ചെയ്യുകയാണ്, എന്തുകൊണ്ട് നടന്നുകൊണ്ട് ഫോൺ ചെയ്തുകൂടാ? സാധിക്കുമെങ്കിൽ. ഭക്ഷണം കഴിച്ചതിന് ശേഷം എന്തുകൊണ്ട് ഒരു 10 മിനിറ്റ് നടന്നുകൂടാ? അല്ലെങ്കിൽ പാട്ട് കേൾക്കുമ്പോഴോ ഒരു പോഡ്കാസ്റ്റ് കേൾക്കുമ്പോഴോ എന്തുകൊണ്ട് നടന്നുകൊണ്ട് അത് ചെയ്തുകൂടാ? അത്തരത്തിൽ നടക്കാൻ ആവശ്യമായിട്ടുള്ള സാധ്യതകൾ ഒരിക്കലും തള്ളിക്കളയരുത്. ഞാനൊരു പുതിയ ഡെഫിനിഷൻ പറയാം. ഒരുപക്ഷെ ഒരു വ്യക്തി ഒരു ദിവസം ജീവിച്ചിരിക്കുന്നു എന്നതിൻ്റെ തെളിവ് ഒരു 10,000 അടി നടക്കുക എന്നുള്ള രീതിയിലാണ് എന്നുണ്ടെങ്കിലോ, അതൊരു വളരെ വലിയൊരു പുതിയ നിർവചനമാണ് ആരോഗ്യത്തെ സംബന്ധിച്ച്. കെട്ടിക്കിടക്കുന്ന വെള്ളത്തിനേക്കാളും തീർച്ചയായിട്ടും ആരോഗ്യമുള്ളത് റണ്ണിങ് വാട്ടറിനാണ്. സോ വി നീഡ് ടു മൂവ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട, ഒരുപക്ഷെ നിങ്ങൾക്ക് ഇന്ന് ചെയ്തു തുടങ്ങാൻ പറ്റുന്ന ആരോഗ്യത്തിൽ വലിയ ഏറ്റവും പ്രധാനപ്പെട്ട സ്റ്റെപ്പ്. മൂവ്മെൻറ്റ് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. പക്ഷേ മൂവ്മെൻറ്റ് മാത്രം പോരാ ശരീരത്തിന് സ്ട്രക്ചറലായിട്ടുള്ള ചേഞ്ചസ് വരുത്താനായിട്ടുള്ള കുറച്ചൊരു സയൻറ്റിഫിക് ആയിട്ടുള്ള എക്സസൈസ് വേണം. ഇവിടെ പലപ്പോഴും നമ്മൾ കൺഫ്യൂസ്ഡ് ആണ്. ജിമ്മിൽ പോകണമോ, ഹോം വർക്കൗട്ട് ചെയ്യണോ, യോഗ ചെയ്യണോ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും തരത്തിലുള്ള സൂംബ പോലത്തെ ആക്ടിവിറ്റീസ് ചെയ്യണോ? ഞാനൊരു കാര്യം പറയട്ടെ, ആശയക്കുഴപ്പത്തിൽ മുങ്ങി നിൽക്കാതെ നിങ്ങൾക്ക് ഇന്ന് ചെയ്തു തുടങ്ങാവുന്നൊരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇൻ്റർവെൻഷൻ, മൂവ്മെൻറ്റിന് വേണ്ടിയുള്ള ഇൻ്റർവെൻഷൻ, എക്സസൈസ് സ്നാക്കിംഗ് ആണ്. എന്താണ് എക്സസൈസ് സ്നാക്കിംഗ്? ഒരു ദിവസം ഒരു 4-5 തവണ ഒരു 1-2 മിനിറ്റ് മാത്രം ദൈർഘ്യം വരുന്ന കുറച്ച് ഇൻറ്റൻസ് ആയിട്ടുള്ള ഫിസിക്കൽ ആക്ടിവിറ്റിയാണ്. ഞാൻ സാധാരണ ചെയ്യുന്നത് ബ്രേക്ക്ഫാസ്റ്റിന് മുമ്പ്, ലഞ്ചിന് മുമ്പും ഡിന്നറിന് മുമ്പും ഇടവേളകളിൽ എന്തെങ്കിലും സ്നാക്കോ ഡ്രിങ്കോ എടുക്കുന്നുണ്ടെങ്കിൽ അതിന് മുമ്പും ചെയ്യാമെന്നുള്ള. വളരെ എളുപ്പമാണ്. ഇതൊരു ശീലമായി കഴിഞ്ഞാൽ നിങ്ങൾ അഡിക്റ്റഡ് ആവും. എക്സസൈസ് സ്നാക്കിംഗ് വളരെയധികം സയൻറ്റിഫിക്കലി റിസർച്ച് ചെയ്തിട്ടുള്ള പ്രൂവൺ ആയിട്ടുള്ള ഒരു മൂവ്മെൻറ്റ് ടെക്നിക്കാണ്. ഇവിടെ ചെയ്യുന്ന ഇത്ര മാത്രമേ ഉള്ളൂ: 1 മിനിറ്റ് ഒരു ടൈപ്പ് ഓഫ് കാർഡിയോ ഫോളോഡ് ബൈ 1 മിനിറ്റ് ഒരു മസിൽ സ്ട്രെങ്തനിങ് എക്സസൈസ്. മൊത്തം 2 മിനിറ്റാണ്. അത് ഒരു 4-5 തവണ ഒരു ദിവസം ചെയ്യുന്നതിനാണ് എക്സസൈസ് സ്നാക്കിംഗ് എന്ന് പറയുന്നത്. 2026 അടുത്ത വരുത്താൻ കഴിയുന്ന ഏറ്റവും നല്ല മാറ്റം നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലാണ്. നിങ്ങൾ ഇന്നലെ കഴിച്ച ഭക്ഷണത്തിൻ്റെ പ്ലേറ്റ് ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ നിങ്ങൾ കഴിച്ചത്, പ്ലേറ്റിൽ ഏറ്റവും കൂടുതൽ ഭാഗം ഷെയർ എടുത്തത് ചോറായിരിക്കാം, ഇഡ്ഡലി ആയിരിക്കാം, ദോശയായിരിക്കാം, പുട്ടായിരിക്കാം, ചപ്പാത്തി ആയിരിക്കാം. മേ ബി ഇത് കഴിക്കാൻ വേണ്ടി കുറച്ച് കറികൾ, അതും കൂടി ആയിരിക്കും, കുറച്ച് പച്ചക്കറികളോ അല്ലെങ്കിൽ മുട്ടയോ മീനോ എന്തെങ്കിലും ആയിരിക്കും കഴിച്ചത്. ഇവിടെയാണ് ഒരു വലിയ മാറ്റം വരുത്തേണ്ടത്. അതായത് 2026 മുതൽ ഒരുപക്ഷെ നിങ്ങളുടെ ഭക്ഷണത്തിൽ വരുത്താവുന്ന ഏറ്റവും വലിയ മാറ്റം ഈ പ്രൊപ്പോർഷൻ ഒന്ന് ചേഞ്ച് ചെയ്യാന്നുള്ളതാണ്. എന്തായിരിക്കണം പുതിയ പ്രൊപ്പോർഷൻ? ആരോഗ്യ സംബന്ധമായി നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ മാറ്റം വരുത്തേണ്ടത്, മുൻഗണന കൊടുക്കേണ്ട പ്രധാനപ്പെട്ട 2 പോഷകവസ്തുക്കൾ അതെന്താണ്? ഒന്ന് പ്രോട്ടീനാണ്. ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ നിങ്ങളുടെ പ്ലേറ്റിൽ ഉണ്ടാകേണ്ടത് പ്രോട്ടീൻ അടങ്ങുന്ന ഭക്ഷണങ്ങളാണ്. അത് നിങ്ങളുടെ ഭക്ഷണ രീതിക്ക് വെജിറ്റേറിയൻ ആവാം, നോൺ വെജിറ്റേറിയൻ ആവാം, അത്തരത്തിലുള്ള മുൻഗണന കൊടുക്കുന്ന പ്രോട്ടീൻ സെൻട്രിക് ആയിട്ടുള്ള ഡയറ്റ് വേണം. ഞാൻ സാധാരണ ആൾക്കാരുടെ ഏറ്റവും കൂടുതൽ ഈ വിഷയത്തെക്കുറിച്ച് ഒന്ന് മനസ്സിലാക്കി, പ്രോട്ടീൻ ഏതിലൊക്കെ ഉണ്ട്, എങ്ങനെ കഴിക്കണം എന്നതിനെക്കുറിച്ച് ഒരുപക്ഷെ നിങ്ങൾ പഠിക്കേണ്ടത് ആവശ്യമാണ്. പഠിച്ച് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഫോളോ ചെയ്യാൻ പറ്റുന്ന ഒരു സയൻസ് ഇത്ര മാത്രമാണ്: 30-30-30. അതായത് നിങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റും നിങ്ങളുടെ ലഞ്ചിലും നിങ്ങളുടെ ഡിന്നറിലും ഉറപ്പാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട പോഷകവസ്തു മിനിമം 30 ഗ്രാമെങ്കിലും പ്രോട്ടീൻ ഉണ്ടാകുന്നതാണ്. അപ്പോൾ തീർച്ചയായിട്ടും പ്രോട്ടീൻ അടങ്ങുന്ന ഭക്ഷണങ്ങളും അതിനകത്ത് എത്ര പ്രോട്ടീൻ ഉണ്ടെന്ന് അറിയേണ്ടത് ഭക്ഷണം കഴിക്കുന്ന ഒരാളുടെ ആവശ്യമാണ്.
അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട പോഷകവസ്തു നമ്മൾ കഴിക്കേണ്ട ഫൈബറാണ്, നാരുകളാണ്. നാരുകളുടെ പ്രാധാന്യത്തെക്കുറിച്ച് വളരെയധികം നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. നാരുകൾക്കും ഒരു ഫോർമുലയുണ്ട്. ആ ഫോർമുല ഇങ്ങനെയാണ്: 10-10-10. അതായത് ഓരോ മീലിലും 10 ഗ്രാമെങ്കിലും ഫൈബർ ഉണ്ടാവും. ഏതൊക്കെ ഭക്ഷ്യവസ്തുക്കളാണ് ഫൈബർ കൂടുതലുള്ളത്? ഏറ്റവും കൂടുതൽ ഫൈബർ റിച്ച് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ നമ്മൾ കഴിക്കുന്ന പച്ചക്കറികളും ഇലക്കറികളും തവിടോട് കൂടിയുള്ള ധാന്യങ്ങളും പഴങ്ങളും ഒക്കെ തന്നെയാണ്. അപ്പോൾ അങ്ങനെ 2026 ഭക്ഷണത്തിൻ്റെ ഒരു പ്ലേറ്റിലെ ഭക്ഷണത്തിൻ്റെ വിതരണ രീതി തന്നെ ഒന്ന് മാറ്റിയെടുക്കുക. കൂടുതൽ പ്രോട്ടീനുകളും ആവശ്യത്തിന് ഫൈബറും അടങ്ങുന്ന ഭക്ഷണത്തിലോട്ട് മാറാൻ സാധിച്ചാൽ ഉണ്ടാകാൻ പറ്റുന്ന ഏറ്റവും വലിയ മാറ്റം, നമ്മളുടെ ഈ തലമുറ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന കുറേ രോഗങ്ങളുണ്ട്. നമ്മളതിനെ വിളിക്കുന്നത് മെറ്റബോളിക് ഡിസീസ് എന്നാണ് വിളിക്കുന്നത്. അത് പ്രീ ഡയബറ്റീസും ഡയബറ്റീസും അമിതവണ്ണവും അതുപോലെ കൊളസ്ട്രോൾ ലിപ്പിഡ് പ്രൊഫൈൽ റിലേറ്റഡ് ഇഷ്യൂസ്, അതുപോലെ രക്തസമ്മർദ്ദമായ ഇഷ്യൂസ്, ഫാറ്റി ലിവർ ഇഷ്യൂസ്, PCOD ഇഷ്യൂസ്, ഇതെല്ലാം മെറ്റബോളിക് റിലേറ്റഡാണ്. ഇതിനൊക്കെ തന്നെ നല്ലൊരു കോൺട്രിബ്യൂട്ടറി റോൾ ഉള്ളത് നമ്മൾ നേരത്തെ സംസാരിച്ച ഭക്ഷണ രീതികളാണ്. എനിക്ക് തോന്നുന്നു നല്ലൊരു ശതമാനം ആൾക്കാർ, എൻ്റെ ഒരു പ്രൊഫഷണൽ എക്സ്പീരിയൻസിൽ ഞാൻ മീറ്റ് ചെയ്യുന്ന പല ക്ലയൻസുകളുടെയും ആരോഗ്യത്തിൽ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ചലഞ്ച് ഫേസ് ചെയ്യുന്നതും എന്നാൽ അവരത് അവഗണിക്കുന്നതുമായിട്ടുള്ളൊരു മേഖല ഉറക്കമാണ്. കാരണം എല്ലാ ദിവസവും നമ്മൾ ഉണർന്നെണീക്കുന്നത് ഒരു പുതിയ ജീവിതത്തിലേക്കല്ലേ. ആ പുതിയ ജീവിതത്തെ സൃഷ്ടിച്ചെടുക്കുന്നതിൽ ശരിക്കും പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് തൊട്ട് തലേ ദിവസത്തെ പല ആക്ഷൻസാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് ഉറക്കമാണ്. ഉറക്കത്തെ സംബന്ധിച്ച് കുറച്ചൊന്ന് ശാസ്ത്രീയമായിട്ടൊന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു 2026 നിങ്ങൾ വളരെയധികം പ്രാധാന്യം അതിന് കൊടുക്കും. ഉറക്കത്തെ സംബന്ധിച്ച് 4 പ്രധാനപ്പെട്ട മാക്രോസാണുള്ളത്. 4 മാക്രോസ് ഓഫ് സ്ലീപ്പ് എന്നാണ് പറയുക. അതിൽ 1 ഉറക്കത്തിൻ്റെ ക്വാളിറ്റി, 2 അതിൻ്റെ ക്വാണ്ടിറ്റി, 3 അതിൻ്റെ ടൈമിംഗ്, 4 റെഗുലാരിറ്റി. ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. എന്താണ് ഉറക്കത്തിൻ്റെ ക്വാളിറ്റി? നമ്മൾ സാധാരണ ഉറക്കത്തിന് നല്ലൊരു ക്വാളിറ്റി സ്ലീപ്പ് കിട്ടിയെന്ന് എങ്ങനെയാണ് മനസ്സിലാക്കുക? സാധാരണ മനസ്സിലാക്കാൻ പറ്റുന്ന ഏറ്റവും രാവിലെ എണീക്കുന്ന സമയത്ത് ഹൗ ഗുഡ് യു ഫീൽ, എത്ര ഫ്രഷ്നെസ്സോടുകൂടി എത്ര ഉണർവോടുകൂടിയാണ് എണീക്കുന്നത് എന്നുള്ളതായിരിക്കാം സാധാരണ ഒരു ക്വാളിറ്റി അസസ്മെൻറ്റ്. അത് ശരി തന്നെയാണ്. പക്ഷേ കുറച്ചുകൂടി ഡീപ്പറായിട്ട് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഉറക്കത്തിന് പല ഘടകങ്ങളുണ്ട്. ഒരു പക്ഷേ നിങ്ങൾ മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ മനസ്സിലാക്കുന്നത് നല്ലതാണ്. ഇതിനെ സംബന്ധിച്ച് കുറച്ച് വീഡിയോസ് ഞാൻ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്. ഒന്ന്, ഉറക്കത്തിൽ നമ്മൾക്കുണ്ടാകുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു സൈക്കിളാണ് REM സൈക്കിൾ, അതായത് റാപ്പിഡ് ഐ മൂവ്മെൻറ്റ് സ്ലീപ്പ്, അതുപോലെ ഡീപ്പായിട്ടുള്ള സ്ലീപ്പ്, അതുപോലെ കോർ സ്ലീപ്പ് അല്ലെങ്കിൽ ഷാലോ സ്ലീപ്പ് എന്ന് പറയും. ഈ പറയുന്ന REM സ്ലീപ്പും ഡീപ്പ് സ്ലീപ്പും ഷാലോ സ്ലീപ്പും തമ്മിലുള്ള ഒരു വളരെ രസകരമായിട്ടുള്ളൊരു കോമ്പിനേഷനാണ് ഉറക്കത്തിൽ നടക്കുന്നത്. ഇതിന് ഓരോന്നിനും അതിൻ്റേതായിട്ടുള്ള റോളുണ്ട്. അപ്പോൾ ഇത് എത്രത്തോളം നന്നായിട്ട് നടക്കുന്നുണ്ടോ എന്നുള്ളതാണ് നിങ്ങളുടെ ഉറക്കത്തിൻ്റെ ക്വാളിറ്റിയെ തീരുമാനിക്കുന്നത്. മറ്റൊന്ന് ക്വാണ്ടിറ്റി ഓഫ് സ്ലീപ്പാണ്. ഒരു സംശയം വേണ്ട, യാതൊരു പ്രചരണങ്ങളും വിശ്വസിക്കരുത്. മനുഷ്യന് ശരാശരി 7 മുതൽ 8 മണിക്കൂർ ഉറക്കം ആവശ്യമാണ്. അതിനൊരു കോംപ്രമൈസും ഇല്ല. അതൊരു ബയോളജിക്കൽ ഡിമാൻഡാണ്. ഒരുപക്ഷെ നിങ്ങളുടെ ജീവിതവും നിങ്ങളുടെ ജോലിയും ഒരുപക്ഷെ നിങ്ങളുടെ ദൈനംദിന കാര്യങ്ങളും എന്താണെന്ന് നമ്മുടെ ശരീരത്തിന് അറിയേണ്ട കാര്യമില്ല. ശരീരത്തിനൊരു ബയോളജിക്കൽ ഡിമാൻഡുണ്ട്. വി നീഡ് 7 to 8 hours ഓഫ് സ്ലീപ്പ്. അപ്പോൾ അത് രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യം ടൈമിംഗ് ആണ്. അതായത് പലപ്പോഴും വിചാരിക്കുന്ന ഉറങ്ങുന്ന സമയമാണ്. ഉറങ്ങുന്ന സമയമല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. ടൈമിംഗ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ക്രോണോ ടൈപ്പിനനുസരിച്ചിട്ടാണോ നിങ്ങൾ ഉറങ്ങുന്നതെന്നുള്ളതാണ്. എന്താണ് ഈ ക്രോണോ ടൈപ്പ്? നമ്മളിൽ എല്ലാവർക്കും പലതരത്തിലുള്ള ക്രോണോ ടൈപ്സാണ്. ചിലപ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഏർലി ബേർഡ്, അതായത് നേരത്തെ തന്നെ എണീക്കുന്ന ആൾക്കാർ, അല്ലെങ്കിൽ നൈറ്റ് ഔൾസ്, അതായത് രാത്രി വളരെ വൈകി ഉറങ്ങുന്ന ആൾക്കാർ. അങ്ങനെ പലർക്കും പല തരത്തിലുള്ള ക്രോണോ ടൈപ്പ് ഉണ്ട്. മാത്രമല്ല നമ്മുടെ ജീവിതത്തിൽ ഓരോ കാലഘട്ടങ്ങളിലും നമ്മുടെ ക്രോണോ ടൈപ്പ് മാറും. ഇതെങ്ങനെ കണ്ടുപിടിക്കാൻ സാധിക്കും? എല്ലാവരും ഒരേ സമയത്തല്ല ഉറങ്ങേണ്ടത് എന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. ഇതിന് വളരെ ഒരു മെഡിക്കൽ അല്ലെങ്കിൽ ഒരു സയൻറ്റിഫിക് അസസ്മെൻറ്റ് ഡോക്ടർ ബ്രൂസ് ക്രോണോ ടൈപ്പാണ്. ഞാൻ അതിൻ്റെ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്യാം. അപ്പോൾ അങ്ങനെ നോക്കിയാൽ നിങ്ങൾ ഉറങ്ങേണ്ട സമയത്ത് തന്നെയാണോ നിങ്ങൾ ഉറങ്ങുന്നത്? അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. അതാണ് എൻ്റെ ടൈമിംഗ്. മറ്റൊന്ന് റെഗുലാരിറ്റിയാണ്. അതായത് പല ദിവസങ്ങളിലും പല സമയത്ത് ഉറങ്ങുന്നത് ആരോഗ്യത്തിന് നല്ലതല്ല. കഴിവതും എല്ലാ ദിവസവും കൃത്യസമയത്ത് ഉറങ്ങുകയും കൃത്യസമയത്ത് എണീക്കാൻ സാധിക്കുന്ന ഒരു ജീവിതശീലം 2026 ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. 2026 ചെയ്യാൻ കഴിയുന്ന മറ്റൊരു മനോഹരമായ കാര്യം, നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആളുമായിട്ട് ഒരു ദിവസം ഒരു 10 മിനിറ്റെങ്കിലും ഒന്ന് ചിലവഴിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ചോദ്യം, ആരാണ് നമ്മളുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആൾ? അത് നമ്മൾ തന്നെയല്ലേ? സോ സ്പെൻഡിങ് ടൈം വിത്ത് അസ്. ഞാൻ എന്നെ വിളിക്കുന്നത് മൈ ടൈം എന്നാണ് വിളിക്കുന്നത്. അതായത് എനിക്ക് എന്നോടൊപ്പം ചിലവഴിക്കേണ്ട സമയം എന്നുള്ളത്.
ഒരു 10 മിനിറ്റെങ്കിലും പല രീതിയിൽ നമുക്ക് ചിലവഴിക്കാം. ഒരുപക്ഷെ എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഗുണപരമായിട്ടുള്ളൊരു മാറ്റം കിട്ടിയ എൻ്റെ ഘടന ഞാനൊന്ന് ഷെയർ ചെയ്യാം. നമുക്ക് ചെയ്യാവുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം, നമ്മളുടെ ജീവിതത്തിൽ ഇതുവരെ സംഭവിച്ചിട്ടുള്ള പല കാര്യങ്ങൾക്കും ഒരു ഫിലോസഫിക്കൽ ലെവൽ നോക്കിക്കഴിഞ്ഞാൽ എന്തൊക്കെയോ ചില കാരണങ്ങളുണ്ടാവാം. ഒരുപക്ഷെ എനിക്കോ നിങ്ങൾക്കോ അതിൻ്റെ കാരണം എന്താണെന്ന് ഇന്ന് മനസ്സിലാവുന്നുണ്ടാവില്ല, പക്ഷെ ഒരു പർപ്പസ് ഉണ്ട്. അപ്പോൾ അതിനെ ഞാൻ സാധാരണ ചെയ്യുന്നത് അതിനെ ആക്സെപ്റ്റ് ചെയ്യും. ചിലത് ബുദ്ധിമുട്ടാണ്, പക്ഷേ ആക്സെപ്റ്റ് ചെയ്യുന്നതോടുകൂടി തന്നെ ലൈഫ് ഒരുപക്ഷെ കുറച്ചൊരു ഈസി ആവാൻ സാധ്യതയുണ്ട്. റെസിസ്റ്റ് ചെയ്താൽ ചിലപ്പോൾ നമ്മളെ ജീവിതം തളർത്തിക്കളയും. അപ്പോൾ ഇതുവരെ നടന്ന കാര്യങ്ങളുള്ള ഒരു പർപ്പസ് ഉണ്ടെന്നും ആ പർപ്പസ് അംഗീകരിക്കുകയും ചെയ്യും, അതിനോടുള്ള ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടാവുകയും ചെയ്യുക എന്നുള്ളത് ഒരുപക്ഷെ നിങ്ങളോടൊപ്പം ചിലവഴിക്കുന്ന സമയത്ത് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളൊന്നാണ്. അതോടൊപ്പം നമുക്ക് ചെയ്യാവുന്നത്, ഇനി നമ്മുടെ ജീവിതത്തിൻ്റെ പർപ്പസ് എന്തായിരിക്കാമെന്നതിനെക്കുറിച്ച് നമുക്കൊരു ഡിസൈൻ ഉണ്ടാക്കാൻ പറ്റുമെന്നുള്ള. നേരത്തെ സംഭവിച്ചത് ബൈ ഡിഫോൾട്ട് സംഭവിച്ചതായിരിക്കാം, പക്ഷെ നമുക്ക് നമ്മുടെ ജീവിതത്തിനെ നമ്മളായിട്ട് തന്നെ ഒന്ന് ഡിസൈൻ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമ്മളുടെ പർപ്പസ് എന്താണെന്ന് ചെയ്യാൻ സാധിക്കും. ഞാൻ പലപ്പോഴും ചെയ്യുന്നത് ഇതൊന്ന് എഴുതി നോക്കാൻ പലപ്പോഴും ശ്രമിക്കാറുണ്ട്. എല്ലാ ദിവസവും അല്ലെങ്കിൽ പോലും പലപ്പോഴും ഞാൻ എഴുതി നോക്കും നമ്മുടെ ജീവിതത്തിൻ്റെ ശരിക്കുള്ള പർപ്പസ് എന്താ. ഞാൻ പറയുന്നത് വളരെ പക്ഷേ വലിയ ലോകം മുഴുവൻ മാറ്റിമറിക്കാൻ കഴിയുന്നതോ അല്ലെങ്കിൽ ഒരുപാട് ആൾക്കാരുടെ ജീവിതത്തിൽ സ്വാധീനിക്കാൻ കഴിയുന്ന കാര്യങ്ങളൊന്നും തന്നെ ആവണമെന്നില്ല. നമ്മളെ സംബന്ധിച്ച് പ്രാധാന്യമെന്ന് തോന്നാവുന്ന ചെറുതും വലുതുമായിട്ടുള്ള നൂറുകണക്കിന് ജീവിതത്തിലെ നമുക്ക് പർപ്പസുകളുണ്ടാവും. അതിനെക്കുറിച്ചും ചിന്തിക്കുക. അപ്പോൾ പലപ്പോഴും നമുക്ക് തോന്നുന്നത് നമുക്ക് നമ്മുടെ ജീവിതത്തെക്കുറിച്ചൊരു വാല്യൂ നമുക്ക് തോന്നി തുടങ്ങും. ആ ഒരു സെൽഫ് അപ്രീസിയേഷൻ അല്ലെങ്കിൽ ഒരു സെൽഫ് അപ്രൈസൽ, അല്ലെങ്കിൽ അതോടൊപ്പം തന്നെ നല്ലൊരു സ്ട്രോങ് ആയിട്ടുള്ള നമ്മുടെ ജീവിതത്തിനൊരു സ്ട്രോങ് ആയിട്ടൊരു കാരണമുണ്ട് എന്ന് കണ്ടെത്തുന്ന ഒരു പ്രക്രിയ എല്ലാ ദിവസവും ചെയ്യേണ്ടത് ആവശ്യമാണ്. അതോടൊപ്പം ഞാൻ ചെയ്യുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം, ഒരുപക്ഷെ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും മനോഹരമായിട്ടൊരു ദിവസം സങ്കല്പിക്കുകയാണെങ്കിൽ രാവിലെ മുതൽ വൈകുന്നേരം ഉറങ്ങുന്നത് വരെ എൻ്റെ ജീവിതത്തിൽ ഞാൻ നടക്കണമെന്ന് ആഗ്രഹിക്കുന്ന, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ എന്തായിരിക്കാം എന്നൊന്ന് ആഗ്രഹിച്ച് അതിൻ്റെ ഒരു മിനിറ്റിൻ്റെ ഒരു വീഡിയോ ഒന്ന് കണ്ടാൽ എങ്ങനെ ഉണ്ടാവും. കേൾക്കുമ്പോൾ കുറച്ച് വിയേർഡായിട്ട് തോന്നിയേക്കാം, പക്ഷേ എന്നെ സംബന്ധിച്ചത് വളരെ സന്തോഷം തരുന്ന, വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു വിഷ്വലാണത്. എല്ലാ ദിവസവും നടക്കണമെന്ന് ആഗ്രഹിക്കുന്ന കുറേ കാര്യങ്ങൾ, ചെറുതും വലുതുമായിട്ടുള്ള, അല്ലെങ്കിൽ നമ്മുടെ കരിയറുമായിട്ടോ ഫാമിലിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടോ നമ്മുടെ ജീവിതത്തിൻ്റെ പല ഘടകങ്ങളെ സ്വാധീനിക്കുന്ന ഏറ്റവും മികച്ച നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഇതെന്താണെന്ന് ഒന്ന് ആലോചിച്ച് നിങ്ങൾക്ക് നിങ്ങളോടൊപ്പം കുറച്ച് സമയം ചെലവഴിക്കാമെങ്കിൽ ഒരുപക്ഷെ ഈ മൈ ടൈമിന് ശേഷം ഓരോ ദിവസവും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ആ ഒരു ഒപ്റ്റിമിസം, പ്രസരിപ്പ്, മറ്റുള്ള ആൾക്കാരുമായിട്ടുള്ള ഇടപെടാനുള്ള നിങ്ങളുടെ ഒരു എന്താ പറയുക, ഒരു ഹ്യൂമൻ ബീയിങ് എന്നുള്ള രീതിയിൽ നിങ്ങൾ കുറച്ചുകൂടെ ഒരു വാല്യൂ ആയിട്ടായിരിക്കും ഇതിന്ന് പുറത്തു വരാമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. 2026 നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ഒന്ന് ബിൽഡിങ് റെസിലിയൻസ് ആണ്. എന്താണ് റെസിലിയൻസ്? നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് നമ്മൾ പലരും കേട്ടിട്ടുണ്ടാകും, ഒരു പായ് വഞ്ചിയിലെ യാത്ര പോലെയാണ്. എന്ന് പറഞ്ഞാൽ ചില ദിവസങ്ങൾ നല്ല മനോഹരമായിരിക്കും, വളരെ ശാന്തമായിരിക്കും, എങ്ങ് നോക്കിയാലും വളരെ രസകരമായ കാഴ്ചകളായിരിക്കും. പക്ഷെ ചില ദിവസങ്ങളിൽ കാറ്റും കോളും നിറഞ്ഞ ഒന്നായിരിക്കും. ശരിക്കും പറഞ്ഞാൽ ഇതിനിടയിൽ കൂടെ നമ്മുടെ ജീവിതം കൊണ്ടുപോകുക എന്ന് പറയുന്നത് ഒരു കല തന്നെയാണ്. പല ആൾക്കാരും ജീവിതത്തിൽ ചിലപ്പോൾ ചെയ്യുന്നത് നിർബന്ധിതരായിട്ട് ചിലപ്പോൾ ഈ സന്ദർഭങ്ങളെ നേരിടുകയാണ് ചെയ്യാറ്. അങ്ങനെ തന്നെയാണ് വേണ്ടത്. പക്ഷേ പലപ്പോഴും പല സന്ദർഭങ്ങളിൽ നിന്നും നമ്മുടെ ജീവിതം നമ്മളെ പഠിപ്പിച്ചു തരുന്ന ചില പാഠങ്ങളുണ്ട്. ഈ പാഠങ്ങളിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കുന്ന ഒന്നിനെയാണ് റെസിലിയൻസ് എന്ന് പറയുന്നത്. അതായത് ഒരു ഉൾക്കരുത്തുണ്ടാക്കിയെടുക്കാനായിട്ടൊരു ശ്രമം, ഒരു ബോധപൂർവമായിട്ടുള്ള ഒരു പ്ലാൻഡ് ആയിട്ടുള്ള ശ്രമം എല്ലാവരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകണമെന്നുള്ളതാണ്. പലപ്പോഴും നമ്മൾ ആഗ്രഹിക്കുന്ന എന്താണ്, എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് വളരെ ആ പൂർവ്വസ്ഥിതിയിലോട്ട് വരിക എന്നുള്ളതായിരിക്കും നമ്മുടെ ആഗ്രഹം. അതിനുവേണ്ടിയാണ് നമ്മൾ ആ റെസിലിയൻസ് ആറ്റിറ്റ്യൂഡ് ഉണ്ടാക്കിയെടുക്കുന്നത്. പക്ഷേ പലപ്പോഴും സംഭവിക്കുന്നത് കുറച്ചൊരു ബെറ്ററായിട്ട് നമ്മുടെ ജീവിതത്തിനെ ഫേസ് ചെയ്യാൻ സാധിച്ചാൽ നമ്മൾ എത്തിച്ചേരുന്നത് ഒരുപക്ഷെ പൂർവ്വസ്ഥിതിയേക്കാളും മെച്ചപ്പെട്ട സ്ഥിതിയിലായിരിക്കാം, കുറച്ചൊരു സ്ട്രോങ്ങർ ആയിട്ടായിരിക്കാം നമ്മൾ എമർജ് ചെയ്യുന്നത്. ചില സന്ദർഭങ്ങളിൽ ഒരുപക്ഷെ പഴയ സ്ഥിതി എത്തിയില്ല എന്ന് വരാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ചിലപ്പോൾ കുറച്ചൊരു റീഡിഫൈൻഡ് ആയിട്ടുള്ള മറ്റൊരു സ്ഥിതിയിലോട്ട് നമ്മൾ ജീവിതത്തെ മാറ്റിയെടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ഇത് 2026 ഒരുപക്ഷെ എനിക്ക് തോന്നുന്നത് ഇനി വരാൻ പോകുന്ന കാലഘട്ടങ്ങളിലൊക്കെ തന്നെ ഇത്തരത്തിലുള്ള പല ടെർബുലൻ്റ് ആയിട്ടുള്ള ചുറ്റുപാടുകൾ നമുക്കുണ്ടാവാം. പലപ്പോഴും പല സന്ദർഭങ്ങളിലും പലരും പതറിപ്പോകുന്ന എവിടെയെന്ന് ചോദിച്ചാൽ പലരും ചിന്തിക്കുന്നത് എനിക്ക് എന്തുകൊണ്ട് ഇത് സംഭവിച്ചു, എനിക്കിങ്ങനെ സംഭവിച്ചല്ലോ എന്നുള്ളൊരു പരിദേവനമായിരിക്കും പലപ്പോഴും ഉണ്ടാവും. ദാറ്റ് ഈസ് ഓക്കെ.
പക്ഷേ അവിടെ ദീർഘനാൾ നിൽക്കുന്നത് അത്ര നല്ലതല്ല. പലപ്പോഴും ഈ ചിന്താഗതിയെ നമുക്കൊന്ന് മാറ്റേണ്ടത് ആവശ്യമുണ്ട്. എനിക്കിങ്ങനെ സംഭവിക്കാൻ എന്തായിരിക്കാം കാരണം എന്നുള്ളത് വളരെ പവർഫുൾ ആയിട്ടുള്ളൊരു റെസിലിയൻറ്റ് തോട്ടാണ്. അപ്പോൾ അങ്ങനെ അന്വേഷിക്കുമ്പോഴാണ് പലപ്പോഴും ജീവിതത്തിനെ നമുക്ക് കുറച്ചുകൂടി ഒരു എന്താ പറയുക, ഒരു റീഡിഫൈൻഡ് ഒപ്റ്റിമിസത്തിലൂടെ നമുക്ക് മാറ്റാൻ സാധിക്കുന്നത്. പലപ്പോഴും ഇത് അത്ര എളുപ്പമുള്ള കാര്യമല്ല, നമ്മൾ ജീവിതത്തിൽ നിന്ന് പഠിച്ചെടുക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ അത്തരത്തിലുള്ളൊരു റെസിലിയൻ്റ് ആറ്റിറ്റ്യൂഡ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതായിരിക്കട്ടെ ഒരു പക്ഷേ 2026 നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ കോൺട്രിബ്യൂഷൻ. 2026 നിങ്ങളുടെ ആരോഗ്യത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കുന്ന എന്ത് റെസൊല്യൂഷൻസാണ്, എന്ത് ഐഡിയാസാണ്, എന്ത് തോട്ട്സാണ് നിങ്ങളുടെ ഉള്ളിലുള്ളത്, അതൊന്ന് കമൻറ്റ് ബോക്സിൽ ഷെയർ ചെയ്യാൻ ചിലപ്പോൾ വളരെ യൂസ്ഫുൾ ആയിരിക്കും. എന്തായാലും ഇന്ന് ആരോഗ്യ മേഖലയിൽ വലിയ വലിയ ചർച്ചകളാണ് നടക്കുന്നത്. ഇന്ന് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എനേബിൾഡ് ആയിട്ടുള്ള ഡയഗ്നോസിസും ട്രീറ്റ്മെൻറ്റുകളും നടക്കുന്നു. പ്രെഡിക്റ്റീവ് മെഡിസിനും പ്രിവെൻറ്റീവ് മെഡിസിനും, അതായത് പ്രവചിക്കാവുന്ന ചികിത്സകളും അതുപോലെ തന്നെ വളരെ പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള ചികിത്സാ രീതികൾ വന്നുകൊണ്ടിരിക്കുന്നു. ജീൻ തെറാപ്പിയും നാനോ മെഡിസിനൊക്കെ തന്നെ ഒരുപക്ഷെ സാർവത്രികമാകാൻ പോകുന്ന കാലഘട്ടമാണ്. അതുപോലെ തന്നെ ലോഞ്ചിവിറ്റി മെഡിസിനും റീജനറേറ്റീവ് മെഡിസിനും വരുന്നു. ഇതൊക്കെ വലിയ വലിയ കാര്യങ്ങളാണ്. പക്ഷേ ഈ വലിയ വലിയ കാര്യങ്ങൾക്കിടയിൽ നമ്മളിപ്പോൾ സംസാരിച്ച വളരെ ലളിതമായിട്ടുള്ള ഏതൊരാൾക്കും ഏത് ദിവസവും ചെയ്യാവുന്ന വളരെ ശക്തമായ ലളിതമായ ഈ പറയുന്ന ലൈഫ് സ്റ്റൈൽ സജഷൻസ്, ഈ റെസൊല്യൂഷൻസ്, ഈ തീരുമാനങ്ങൾ മുങ്ങിപ്പോകരുത്.